നമസ്കാരം. ഇൻസൈറ്റ് മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രധാന വാർത്തകൾ. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു. ലഹരിക്കെതിരെ നൃത്തച്ചുവടുകളുമായി NSS വോളണ്ടിയേഴ്സ്. വാർത്തകൾ വിശദമായി. ജൂൺ 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം വിവിധ പരിപാടികളോടെ വളയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആചരിച്ചു. പരിപാടിയിൽ വളയം പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ശ്രീ അനിൽകുമാർ MK ഉദ്ഘാടനം ചെയ്തു. ലഹരിയുടെ കെണിയിൽ പെട്ടുപോകാതിരിക്കാൻ വിദ്യാർത്ഥി സമൂഹം സദാ ശ്രദ്ധാലുക്കളായിരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. പഠനകാലത്ത് തന്നെ വിദ്യാർത്ഥികളിൽ കൃത്യമായ ലക്ഷ്യബോധമുണ്ടായിരുന്നാൽ ഒരിക്കലും ലഹരി പോലത്തെ കെണികളിൽ വിദ്യാർത്ഥികൾ പെട്ടുപോകില്ലെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. പരിപാടിയിൽ PTA പ്രസിഡന്റ് ശ്രീ സജിലേഷ് പുത്തൻപുരയ്ക്കൽ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ മനോജ് മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. ഹെഡ് മാസ്റ്റർ മഹേഷ് മാസ്റ്റർ, അധ്യാപകരായ സുരേന്ദ്രൻ മാസ്റ്റർ, അശ്വിന ടീച്ചർ, ജോബിഷ് മാസ്റ്റർ, NSS വോളണ്ടിയർ ലക്ഷ്മി സായി എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ലഹരിക്കെതിരെ നൃത്തച്ചുവടുകളുമായി NSS വോളണ്ടിയേഴ്സ്. ജീവിതോത്സവം 2025 എന്ന പദ്ധതിയുടെ ഭാഗമായി വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയ തുടി എന്ന ഗാനത്തിന്റെ ദൃശ്യാവിഷ്കാരം സ്കൂളിലും വളയം കല്ലുനിര എന്നീ പ്രദേശങ്ങളിലും കുട്ടികൾ അവതരിപ്പിച്ചു. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ ലഹരിക്കെതിരെ ചിത്രം വരച്ച് പ്രതിരോധം തീർത്തു. NSSന്റെയും SPCയുടെയും നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ റാലിയും നടത്തി. ഈ കൊല്ലത്തെ ലഹരി വിരുദ്ധ സന്ദേശം എന്തെന്ന് നോക്കാം. ലഹരിയുടെ ചങ്ങലകൾ തകർത്തെറിഞ്ഞ് പ്രതിരോധത്തിലൂന്നിയും ചികിത്സയിലൂടെയും ഏവരെയും വീണ്ടെടുക്കാനുള്ള ശ്രമം തുടരണം. ലഹരി ഉപയോഗം വ്യക്തിയിൽ സൃഷ്ടിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. കൂടുതൽ വിവരങ്ങളുമായി ദീർഘനാളത്തെ മയക്കുമരുന്ന് ഉപയോഗം സൃഷ്ടിക്കുന്ന പ്രശ്നത്തെപ്പറ്റി അറിയാം. തുടർച്ചയായിട്ടുള്ള അണുബാധ, ഹെപ്പറ്റൈറ്റിസ്, രക്താതിസമ്മർദ്ദം, ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖം, ക്ഷയം, എയ്ഡ്സ്, ശ്വാസകോശ രോഗങ്ങൾ, പോഷകാഹാരക്കുറവ്, കരൾ രോഗങ്ങൾ, ഡിമാൻഷ്യ, മാനസിക രോഗങ്ങൾ എന്നിവയ്ക്ക് കാരണമാകുന്നു. അതോടൊപ്പം വ്യക്തിബന്ധങ്ങൾ, ഓർമ്മശക്തി, ജാഗ്രത എന്നിവ നഷ്ടപ്പെടുന്നു. അക്കാദമിക ശേഷി മോശമാകുന്നു. ജീനുകളിൽ വൈകല്യം സംഭവിക്കുന്നു. ഒരു ലഹരിമുക്ത സമൂഹത്തിനായി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് നോക്കാം. ലഹരി മാർഗത്തിലേക്ക് പോകുന്ന യാതൊരു പ്രവർത്തനങ്ങളും ഉണ്ടാകാതിരിക്കുക. ആവശ്യമില്ലാത്ത ഒരു സൗഹൃദങ്ങളും ഉണ്ടാക്കാതിരിക്കുക. മുതിർന്ന കുട്ടികളുമായി അനാവശ്യമായിട്ടുള്ള കൂട്ടുകെട്ടുകൾ ഒഴിവാക്കുക. ലഹരി വസ്തുക്കൾ ലഭ്യമാകുന്ന സ്ഥലങ്ങളിൽ പോകാതിരിക്കുകയും അത്തരം പ്രദേശങ്ങൾ സ്കൂൾ പരിസരത്ത് ഉണ്ടെങ്കിൽ അധികൃതരെ ധരിപ്പിക്കുകയും ചെയ്യുക. നല്ല ലഹരികൾ ജീവിതത്തിൽ ഭാഗമാക്കുക. പഠനത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുക. പഠനേതര പ്രവർത്തനങ്ങളിലും പങ്കാളികളാകുക. ഞാൻ തെറ്റു ചെയ്യില്ലെന്ന് ശപഥം ചെയ്താൽ അതുതന്നെയാണ് ഏറ്റവും വലിയ പ്രാർത്ഥന എന്ന ഗാന്ധിജിയുടെ വാക്കുകൾ ഓർക്കുക. ഇൻസൈറ്റ് മീഡിയ വളയം.